ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്. മാങ്ങ കൊണ്ടാണ് ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ കാലം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഈ മാങ്ങ കിട്ടുന്ന സീസണിൽ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് ഞാനൊരു കടുമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർ കണ്ടു നോക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. മാങ്ങയുടെ നെറ്റിൻ്റെ ഭാഗം നമുക്ക് കത്തി ഉപയോഗിച്ച് മുറിച്ചു മാറ്റണം. ഇനി ഈ കാണുന്ന പോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത മാങ്ങ നമുക്ക് ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. സാധാരണ നമ്മൾ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിനെങ്കിലും കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി മാങ്ങ കഷ്ണങ്ങൾ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഒരു ദിവസം നമുക്കൊന്ന് മൂടി വെക്കണം. ഇന്ന് രാവിലെ ഉപ്പ് പുരട്ടി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ മാങ്ങ എടുത്താൽ മതി. മാങ്ങ ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു ദിവസം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ മാങ്ങ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാങ്ങയിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ നമുക്ക് ഒരു 3-4 മണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ച് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ വെയിലത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു തുണിയിൽ 2-3 മണിക്കൂർ മാങ്ങ നിരത്തി വെച്ചാൽ മതി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ വെയിലത്ത് വെച്ച് മാങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടുക്, ഉപ്പ്, കല്ലുപ്പാണ് ഈ അച്ചാർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കല്ലുപ്പ് കിട്ടിയില്ലെങ്കിൽ സാധാരണ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഉലുവ, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് നല്ലെണ്ണ. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഈ കടുക് ഇട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ കടുക് ഈ കാണുന്ന പോലെ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ നൈസായിട്ട് പൊടിക്കേണ്ട, ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മിക്സിയുടെ ആ ജാറിൽ തന്നെയായിട്ട് ഞാൻ ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കല്ലുപ്പ് നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഉപ്പും ഈ കാണുന്ന പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് ഉപ്പ് പൊടിച്ചത്, കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഞാനിവിടെ തിളപ്പിച്ചിട്ട് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നല്ലെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇട്ട് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞ് ഈ അച്ചാർ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്കോ നമുക്ക് മാറ്റാം. നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. ഒട്ടും വെള്ളമില്ലാതെ ഉണക്കി തുടച്ചതായിരിക്കണം. ഞാനിവിടെ അച്ചാർ ഇതുപോലുള്ള ഒരു കുപ്പിയിലാണ് ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ അച്ചാർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അച്ചാറെല്ലാം കുപ്പിയിലാക്കി കഴിഞ്ഞ് ഇനി അച്ചാറിൻ്റെ മുകളിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം.
അച്ചാറിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ എണ്ണ നിൽക്കണം. അപ്പം അച്ചാർ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കും. ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്തിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. ഇനി നമുക്കിത് മൂടി വെക്കാം. നമ്മൾ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണെല്ലാം ഒട്ടും വെള്ളമയമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള സ്പൂണൊക്കെ ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാർ ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കി നോക്കുക. കമൻ്റ് ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.